ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെവി വെയ്റ്റ് ടോർപിഡോ തക്ഷകിന്റെ പരീക്ഷണങ്ങൾ ഉടൻ തന്നെ തുടങ്ങും. 2026 അവസാനത്തോടെ കാൽവരി ക്ലാസ് അന്തർവാഹിനിയിൽ നിന്നാകും ഇവയുടെ പ്രാരംഭ പരീക്ഷണങ്ങൾ നടക്കുക. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറിയിലാണ് ശത്രു അന്തർവാഹിനികളെയും കപ്പലുകളെയും കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ഈ ടോർപിഡോ വികസിപ്പിച്ചത്. ഇലക്ട്രിക് ഹെവി വെയ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന തക്ഷകിന് 6.4 മീറ്റർ നീളമുണ്ട്. സിൽവർ ഓക്സിഡൈസർ ബാറ്ററികളാണ് ഇതിന് ഊർജം പകരുന്നത്. റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് അതായത് RLG അടിസ്ഥാനമാക്കിയുള്ള ഇനേഷ്യൽ നാവിഗേഷനും GPS നാവിക ഗൈഡൻസും ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യ മുമ്പ് വികസിപ്പിച്ച വരുണാസ്ത്ര പോലുള്ള ടോർപിഡോകളെക്കാൾ കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ തക്ഷകിന് കഴിയും. കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാതെ ടോർപിഡോകളെ വിക്ഷേപിക്കുന്ന സ്വിം ഔട്ട് വിക്ഷേപണ സംവിധാനമാണ് തക്ഷകിനായി ഒരുക്കിയിരിക്കുന്നത്. ഇത് വിക്ഷേപണ സമയത്തുണ്ടാകുന്ന ശബ്ദം കുറയ്ക്കുന്നതിലൂടെയോ ഇല്ലാതാക്കുന്നതിലൂടെയോ ശത്രു സോണാർ സംവിധാനങ്ങളിൽ നിന്ന് അന്തർവാഹിനികളുടെ സാന്നിധ്യം മറച്ചുവെക്കാൻ സഹായിക്കും. കാൽവാരി ക്ലാസ് അന്തർവാഹിനികളിൽ ദീർഘനേരം സമുദ്രത്തിനടിയിൽ തുടരാൻ സഹായിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അതായത് AIP സംവിധാനം ഘടിപ്പിക്കുന്ന നവീകരണത്തിന്റെ ഭാഗമായി തക്ഷക് പരീക്ഷണത്തിനായുള്ള സ്വിം ഔട്ട് സംവിധാനവും സജ്ജമാക്കും. 2024 ഡിസംബറിൽ പ്രതിരോധ മന്ത്രാലയം നേവൽ ഗ്രൂപ്പുമായി ഒപ്പിട്ട കരാർ പ്രകാരം തക്ഷക് ടോർപിഡോയുടെ ഗൈഡൻസ് സോഫ്റ്റ്വെയറിനെ കാൽവരി അന്തർവാഹിനികളിലെ സബ്മറൈൻ ടെക്നിക്കൽ ഇന്റഗ്രേറ്റഡ് കോമ്പാക്ട് സിസ്റ്റവുമായി സംയോജിപ്പിക്കുകയും ചെയ്യും. ഈ സംയോജനത്തിലൂടെ അന്തർവാഹിനിയുടെ സെൻസറുകളും ഫയർ കൺട്രോൾ സംവിധാനങ്ങളും ഉപയോഗിച്ച് ടോർപിഡോയ്ക്ക് തടസ്സമില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്താനും സഹായിക്കും. ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് സിസ്റ്റം വഴി അന്തർവാഹിനിയുടെ സോണാറിൽ നിന്നുള്ള വിവരങ്ങൾ ടോർപിഡോയ്ക്ക് കൈമാറാൻ കഴിയുന്നതിനാൽ വളരെ ഉയർന്ന കൃത്യതയോടെ ആക്രമണം നടത്താൻ തക്ഷകിന് സാധിക്കും. അന്തർവാഹിനികൾക്കായി ഫൈബർ ഒപ്റ്റിക് ഗൈഡൻസ് പതിപ്പും കപ്പലുകൾക്കായി സ്വയം നിയന്ത്രിത പതിപ്പും തക്ഷകിനായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തദ്ദേശീയ ടോർപിഡോയുടെ പരീക്ഷണ വിജയത്തോടെ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാന്തർ യുദ്ധശേഷിയിൽ ഗണ്യമായ മുന്നേറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പുരോഗതി ശത്രു രാജ്യങ്ങളെയും ഭയപ്പെടുത്താൻ കഴിയുന്ന ഒന്നായി മാറുകയാണ്. ശത്രു രാജ്യത്തിന്റെ കണ്ണുകളെ തൽക്ഷണം നിഷ്പ്രഭമാക്കുന്ന പുരോഗതിയാണ് ഇന്ത്യ ഓരോ ദിവസവും കൈവരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ തലയെടുക്കുന്ന നിരവധി ആയുധങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യക്ക് സ്വന്തമാണ്. ഇത് വാങ്ങാൻ നിരവധി രാജ്യങ്ങളും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറായി നേരത്തെ 85 രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഈ രാജ്യങ്ങളിലെ പ്രതിരോധ വിദഗ്ധരുമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു. അതേസമയം 35,000 കോടിയുടെ ആയുധങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ഇതിനായി വിവിധ രാജ്യങ്ങളിലെ പ്രതിരോധ അറ്റാഷേമാർക്ക് പ്രതിവർഷം $50,000 അമേരിക്കൻ വരെ ചെലവിടാൻ അനുവാദം നൽകിയിട്ടുമുണ്ട്.